Once again, good evening everybody. Today നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു സംഭവമാണ് കണ്ടീഷനിങ് തിയറീസ്. ലേണിംഗ് നിങ്ങളുടെ പേപ്പർ 1ന്റെ ഭാഗമായിട്ട് നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് പാർട്ട് വരുന്നത് പിയാഷന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു ഏരിയ ആണ് ഇതിൽ പറഞ്ഞ കണ്ടീഷനിങ്, ലേണിംഗ് ആൻഡ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വി അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് ലേണിംഗ് ആൻഡ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്. The second area we focused on the cognitive development of the person, and the third area we are focusing on how the learning is happening in human mind. Okay, എന്നുള്ളതാണ് നമ്മൾ മൂന്നാമത്തെ ഏരിയയിൽ സംസാരിക്കാൻ പോകുന്നത്. As you know, it is very simple topic, very humble topic. ഭയങ്കര രസകരമായിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ ജീവിതത്തിൽ ലേണിംഗിന്റെ ഒരു ഇമ്പോർട്ടൻസ്, എസ്പെഷ്യലി ഇത് കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻസ് നമുക്ക് പറഞ്ഞു തരുന്ന, ഇപ്പൊ നമ്മൾ ലേണിംഗ് ഓരോ സംഭവങ്ങളെയും, നിങ്ങൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളിപ്പോ ഒരു കുട്ടി ഒരു അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ ഗുഡ്, അടിപൊളി കേട്ടോ, സ്വീറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ കണ്ടീഷൻ. Am I right? അപ്പോ കണ്ടീഷനിങ് തിയറി, അപ്പൊ നമുക്ക് അറിയാം, we know what is conditioning എന്ന് നമുക്കറിയാം. So what is the experiment, how the condition theory is derived എന്നാ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇത് കണ്ടീഷനിങ് തിയറിയിലൂടെ ഡെവലപ്പ് ചെയ്തൊരു സംഭവമാണ്. അപ്പൊ എങ്ങനെയാണ് ഈ കണ്ടീഷൻ തിയറിയിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം, എങ്ങനെയാണ് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്. നമുക്കിപ്പോൾ കുട്ടികളെ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മിഠായി വാങ്ങിത്തരാന്ന് പറയും, കണ്ടിന്യൂസ് ആയിട്ട് ഇത് കൊടുക്കുമ്പോൾ കുട്ടികളിൽ മാറ്റം വരുന്നു. നിങ്ങൾ ലേണിംഗ് ഇഷ്യൂ മാനേജ്മെന്റിന്റെ റെമഡിയൽ ടീച്ചേഴ്സ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കാനുള്ളത് എന്താ? റിവാർഡാണ്. ആണോ അല്ലേ? റിവാർഡ് കൊടുത്ത് 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 കൊടുത്തേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ആളെ ശരിയാക്കി എടുക്കാൻ കഴിയും. ഇപ്പൊ റിവാർഡ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? കുട്ടിയിൽ മാറ്റം ഉണ്ടാവും. അതെങ്ങനെ മാറ്റം വരുന്നത് എന്നതിന്റെ ഒരു ബേസ് ലെവലിലേക്ക് നമുക്കത് പോയി നോക്കാം. റെഡി? ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. നമുക്ക് പല്ല് തേക്കണം എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മുമ്പൊക്കെ കോൾഗേറ്റ് നിന്ന് വന്നിരുന്നു അല്ലേ? കോൾഗേറ്റ് റിഷാദ് എന്തുണ്ട്? സുഖം. കാണാൻ പൂതിയായി പോയി. ഞാന് കുറച്ച് പ്രശ്നത്തിലായിരുന്നു, അതേ പിന്നെ. ശരി, പ്രശ്നം തീർക്കാൻ മൊത്തമായും ചില്ലറായി തീർക്കുന്ന ആൾക്കാരല്ലേ ഇവിടെ ഉള്ളത്, ഇങ്ങോട്ട് വരണ്ടേ? പ്രശ്നമില്ല. എന്റെ പിന്നെ ബാങ്കിന്ന് ക്രെഡിറ്റ് കാർഡ് ഒരാള് ഹാക്ക് ചെയ്തിട്ട് കണ്ടമാനം പൈസ അടിച്ച് മാറ്റി പോയി ഇവിടുന്ന്. എന്റെ പടച്ചെറുപ്പന, നാട്ടിലത്തെ ഒരു 4-5 ലക്ഷം രൂപ പോയി. അത് കുറച്ചായോ, ഒത്തിരിയായോ? ഇല്ല, അതാപ്പ ഈ ഈദിന്റെ ഒരാഴ്ച മുമ്പ്. ദുബായിൽ മൊത്തത്തിൽ ഭയങ്കര സേഫാന്നാണല്ലോ പറയല്. സേഫാണ് കള്ളന്മാർക്ക്. ഞാൻ പിൻവലിച്ചു. ഓക്കെ സാർ, കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന, അപ്പൊ നമുക്ക് ഉച്ചക്ക് പിന്നെ ബെല്ലടിച്ചു കഴിഞ്ഞാൽ വയറ് അതുവരെ ഇല്ലാത്തൊരു, എനിക്ക് നിങ്ങളെ പിന്നെ അസംബ്ലി ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം തോന്നിട്ടോ. അസംബ്ലി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മള് ഒരു കറക്റ്റായിട്ട് നിങ്ങൾ ഒരു 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 ഇന്ന് ഇങ്ങോട്ട് കഴിയുമ്പോഴേക്കും നാളെ നിങ്ങൾ എല്ലാവരും പേര് വരുന്നു. നമ്മള് പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് പോസ്റ്റർ വരുന്നു. ക്ലാസ് ആര് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോർണിംഗ് ഒരു പിന്നെ ഷൈനാദിന്റെ ഒരു കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് ഓരോരുത്തരും വിളിക്കുന്നു. കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഓരോരുത്തരും വളരെ കോൺഫിഡൻസോട് കൂടി പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നൗഷബൻ എടുത്ത് പറയാൻ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല്, നൗഷബ ഭയങ്കര പേടിയുടെ ഒരു എക്സ്ട്രീം ആയിട്ടാണ് എന്നോട് സംസാരിച്ചിരുന്നത്. ആദ്യം ആ ട്രെയിനേഴ്സ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ്, ആദ്യം അതിൽ ജോയിൻ ചെയ്തതിനു ശേഷമാണ് ഇങ്ങോട്ട് എത്തിയത്. അത് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നൗഷബക്ക് ഇന്റർനാഷണൽ പേടിയായിരുന്നു, സംസാരിക്കാനും പേടി, പറയാനും പേടി. സാർ ഓൺലൈനൊക്കെ പറയാൻ കഴിയുമോ എന്നുള്ള ആള് ഇന്ന് വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് സിമ്പിൾ ആയിട്ട് ഇന്ന് തോട്ട് പറഞ്ഞു. ഞാൻ ബാക്കിയുള്ള ആളുകളുടെ കാര്യമല്ല പറഞ്ഞത്, എനിക്ക് എല്ലാവരും നല്ല മനോഹരമായിട്ട് പ്രസന്റ് ചെയ്യുന്നു. പ്രൊജക്റ്റ് ഒക്കെ വളരെ, ചില ആൾക്ക് ചില ദിവസം നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, വേറെ ആൾക്കാരുടെ കാര്യം പറയുന്നത്,
ഒരു ഓർഡർ ആവട്ടെ, ഇന്ത്യ രാജ്യം ഇങ്ങനെ പോകുന്നതിന് പകരം വളരെ സ്ലോ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബുക്ക് റിവ്യൂവിന്റെ പ്രസന്റേഷൻ വളരെ ഉഷാറായിരുന്നു, ഡീറ്റെയിൽ ആയിട്ട്. അടുത്ത ഒരു സെഗ്മെന്റിൽ എവിടെയെങ്കിലും ഒന്ന് കത്തിക്കാൻ പറ്റിയ സാധനങ്ങളായിട്ട് ബുക്ക് റിവ്യൂ അല്ലേ? അങ്ങനെ എല്ലാം കൊണ്ടും പ്രയറും ബ്ലഡ്ജും തോട്ടും ബുക്ക് റിവ്യൂ എല്ലാം മനോഹരമായിട്ടുള്ള പ്രസന്റ്, അത് എടുത്തു പറയാണ്. അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് വരാം. അങ്ങനെ നമ്മൾ ഓരോന്നും മനോഹരമാകുമ്പോൾ നമ്മൾ അറിയാതെ കണ്ടീഷനിങ് ചെയ്തു പോകും. അപ്പൊ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളും ഈ ബിഹേവിയറിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഈ പറയുന്ന ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന തിയറി ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ് ബിഹേവിയറിസം എന്ന് അടുത്തൊരു ചോദ്യം ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഓർമ്മിക്കുക, നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്ന വലിയൊരു ബ്രാഞ്ച് ഓഫ് നോളജ്. ആ ബ്രാഞ്ച് ഓഫ് നോളജിൽ സൈക്കോളജി ഡെവലപ്പ് ചെയ്യാൻ കാരണം they were searching why the human behavior is like this. എന്തുകൊണ്ടാണ് മനുഷ്യന്റെ സ്വഭാവം ഇങ്ങനെ എന്നുള്ളതാണ് കണ്ടെത്തുമ്പോഴാണ് സൈക്കോളജിയുടെ പഠനത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ പിന്നെ ഈ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഹേവിയർ എല്ലാം പഠിച്ചെടുക്കുന്നതാണല്ലോ, ലേണിഡ് ആണല്ലോ, ലേണിങ്ങിലൂടെ സംഭവിക്കുന്നതാണല്ലോ. അപ്പൊ എന്താ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ബുക്ക് മറിക്കാൻ പോണ്ട. വാട്ട് ഈസ് ലേണിംഗ്? ലേണിംഗ് എന്ന് പറഞ്ഞാൽ അക്വയറിംഗ് നോളജ് ആണ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഗ്നീഷനിലുള്ള പെർമനന്റ് ചേഞ്ച് ആണ്, അല്ലേ? ആ പെർമനന്റ് ചേഞ്ച് ബ്രെയിനിൽ നടക്കാത്ത നെർവ് സിസ്റ്റത്തിലുള്ള ഇഷ്യൂ കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂ ആണ് ലേണിംഗ് ഡിസബിലിറ്റി. അപ്പൊ പെർമനന്റ് ചേഞ്ച് അവിടെ ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണല്ലോ, പെർമനന്റ് ആയി നടക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നോളജ് നേടലാണ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നമ്മുടെ കോഗ്നീഷനിൽ ചേഞ്ചസ് വരലാണ്. ഈ രണ്ട് സംഭവങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ലേണിംഗ് ഇഷ്യൂ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഈ ലേണിംഗ് എങ്ങനെ നടക്കുന്നു? അടുത്ത ചോദ്യം അതായി, ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെ ഫോം ചെയ്ത് ലേണിങ്ങിലൂടെ ഫോം ചെയ്യുന്നു. അപ്പൊ ഈ ലേണിംഗ് എങ്ങനെ നടക്കുന്നു? അപ്പൊ ഒരു വിഭാഗം പറയും ലേണിംഗ് ഇമിറ്റേഷൻസിലൂടെയാണ് നടക്കുന്നത്. മനസ്സിലായോ? അമ്മന്റെ സ്വഭാവം കുട്ടികൾക്ക് നോക്കി പഠിക്കല്. അതിപ്പോ ഇവിടെ പറയും ലേണിംഗ് ഹാപ്പൻസ് ത്രൂ കണ്ടീഷനിങ് എന്നുള്ളതാണ്. മനുഷ്യന്റെ എല്ലാ സ്വഭാവങ്ങളും ബിഹേവിയർ ഈസ് ഹാപ്പനിങ് ത്രൂ കണ്ടീഷനിങ്. ഇതാണ് ശരിക്കും ഏതിൽ പറയുന്നത്? ബിഹേവിയറിസം പറയുന്നത്. എന്തിസം? ബിഹേവിയറിസം. അപ്പൊ എന്താ ഈ ബിഹേവിയറിസം? അപ്പൊ സൈക്കോളജിന്റെ മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പ് ഓഫ് ആളുകളെ വരുന്നു. ആ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് സ്കൂൾസ് എന്നുള്ള പേരിട്ട് വിളിച്ചു. അപ്പൊ ബിഹേവിയർ ടു സ്കൂൾസ്. ശരിയായോ? നമ്മൾ സാധാരണ പഠിച്ച സ്കൂളുമായി ഇതിനെ കണക്ട് ചെയ്യരുത്. ഒരു വിഭാഗം ആളുകൾ സൈക്കോളജിയെ പഠിക്കുന്നു. അവർ പറയാണ് മനുഷ്യന്റെ സ്വഭാവം ഉണ്ടായത് സ്റ്റിമുലസിനും റെസ്പോൺസിനുമാണ്, അങ്ങനെ ഉണ്ടായത്. അപ്പൊ അവരെ നമ്മൾ ബിഹേവിയറിസ്റ്റ് സ്കൂൾസ് എന്ന് പറഞ്ഞു. ക്ലിയർ? എന്നാൽ നിങ്ങൾ സിഗ്മണ്ട് ഫ്രോയിഡിനെ കേട്ടിട്ടുണ്ടാവും അല്ലെ? കേട്ടിണോ സിഗ്മണ്ട് ഫ്രോയിഡ്? അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു ഹ്യൂമൻ ബിഹേവിയർ ഈസ് സം ടോട്ടൽ ഓഫ് അൺകോൺഷ്യസ് പ്രോസസ്. അയാളുടെ അഭിപ്രായത്തിൽ മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധബോധ മനസ്സിന്റെ ഒരു റിയാക്ഷൻ ആണ്. യു ഗെറ്റ് മീ? ഇപ്പൊ അത് വേറെ സ്കൂളാണ്, സൈക്കോ അനലിറ്റിക്കൽ സ്കൂളാണ്. ഇത് ബിഹേവിയറിസ്റ്റ് സ്കൂളാണ്. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ. അപ്പൊ ഇനി നമുക്ക് നേരെ നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കാം. എന്താണ് കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി, എന്താണ് അതിന്റെ കാര്യം നമുക്ക് നോക്കാം. അപ്പോ ക്ലാസിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് ക്ലാസിക്കൽ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ആണ് സൈക്കോളജിയിലെ. ആദ്യമായിട്ട് വന്നൊരു സാധനമാണ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുന്നത് കണ്ടീഷനിങ്ങിലൂടെ ആദ്യമായിട്ട് വന്നതുകൊണ്ടാണ് ഇവിടെ ഇറ്റ് ഇസ് ക്ലാസിക്കൽ എന്നുള്ള പേര് വരുന്നത്. ഓക്കെ, ഇത് കൊണ്ടുവന്ന ആളെ പേരെന്താണ്? ഇവാൻ പാവ്ലോവ്. ഇവാൻ പി പാവ്ലോവ് എന്നാട്ടോ, ഇവാൻ പാവ്ലോവ് എന്ന് പറയും. അദ്ദേഹം ചെയ്ത പരിപാടി എന്താ? അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാണ് ഹൗ അസോസിയേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലി ലീഡ്സ് ടു ചേഞ്ചസ് ഇൻ ബിഹേവിയർ. അപ്പൊ സ്റ്റിമുലി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വാട്ട് ഇസ് സ്റ്റിമുലി? എന്താ സ്റ്റിമുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മളൊരു പറഞ്ഞു റൂബി പറഞ്ഞു റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു കാര്യം. നമ്മളെ ഒരു റെസ്പോൺസ് കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന എന്തും സ്റ്റിമുലിയാണ്. അല്ലെങ്കിൽ സ്റ്റിമുലസ് ഈസ് സംതിങ് ദാറ്റ് ട്രിഗർ
us to do some activity. നമ്മുടെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രിഗർ ചെയ്യുന്ന എല്ലാം സ്റ്റിമുലിയാണ്. മനസ്സിലായോ? ഇപ്പൊ ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെല്ലടിച്ചു, അല്ലെങ്കിൽ നമ്മള് ടീച്ചർ വരുന്നുണ്ട്, അത് സ്റ്റിമുലസ് ആണ്. അപ്പൊ നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കും? എക്സാമ്പിൾ, ആ ടീച്ചർ നല്ല ടീച്ചറാ, അടാ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെഫ്ലി ടീച്ചർ വരുന്നുണ്ട്, സമാധാനം. നമ്മുടെ റെസ്പോൺസ് എന്താണ്? സമാധാനം. ആ ഷാഫി സാർ വരുന്നുണ്ട്, കുറച്ചുകൂടെ വെറുപ്പിക്കല്. അതെന്താണ്? ഒരു സ്റ്റിമുലസ് വരുമ്പോൾ നമ്മുടെ റെസ്പോൺസ്, ഡു യു ഗെറ്റ് മീ? റൈറ്റ്. ഇതാണ് സ്റ്റിമുലി. ഇപ്പൊ നമ്മൾ ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാല് എന്തും സ്റ്റിമുലി ആവാം. നമ്മുടെ ഡയലോഗുകൾ സ്റ്റിമുലസ് ആയിരിക്കാം. മോനെ പൊളി, അടിപൊളി, ഇതൊരു സ്റ്റിമുലസ് ആണ്. അതിന്റെ റെസ്പോൺസ് എന്തായിരിക്കും വരിക? സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്തും നമ്മളെ ഇപ്പൊ നമുക്കൊരു മിഠായി തരുന്നത് ഒരു സ്റ്റിമുലിയാണ്. ഓക്കെ, അപ്പൊ എന്തും സ്റ്റിമുലസ് ആയിരിക്കാം. അപ്പൊ സ്റ്റിമുലസ് വഴി കണ്ടീഷനിങ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതാണ് ഇയാളുടെ തിയറിയിലേക്ക് നമ്മൾ പോകുന്നത്. നോക്ക്, അപ്പൊ മൂപ്പര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചേഞ്ചസ് ഇൻ ബിഹേവിയർ. സ്റ്റിമുലി കൊടുത്തു കഴിഞ്ഞാൽ സ്വഭാവം വ്യത്യാസം വരും. ദിസ് പ്രസന്റേഷൻ ഡെൽസ് ഇൻ ടു ദ മെക്കാനിസം. ഇത് നമ്മൾ എതിലേക്ക് കൊണ്ടുവന്നത് ഈ ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്റ്റിമുലസ് ഉപയോഗിച്ചുകൊണ്ട് ഒരാളുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാം. എന്തിലേക്ക് പോയത്? ബിഹേവിയറിന് ചേഞ്ച് വരാന് സ്റ്റിമുലസ് കൊടുത്തുകൊണ്ട് നമ്മുടെ ബിഹേവിയറിൽ എന്ത് വരുത്താം? ചേഞ്ചസ് മോഡിഫിക്കേഷൻ. ഓക്കെ, ഇതാണ് ശരിക്കും ആരുടെ തിയറി? ഇവാൻ പാവ്ലോവിന്റെ തിയറിയുടെ ഉള്ളടക്കം. അപ്പൊ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഒരാള് നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാന്ന് വിചാരിക്കും. ഒരാളെ പിന്നെ നമ്മളെപ്പോഴും നമ്മളങ്ങനെ എന്ത് സംസാരിക്കുമ്പോഴും, അല്ലെങ്കിൽ അത് വേണ്ട, നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആ ആള് വരുന്ന സമയത്ത് നമ്മളെ വീട്ടിലേക്ക് വിരുന്ന് വരുമ്പോഴൊക്കെ എന്തേലും അഞ്ചോ മിഠായിട്ട് നമ്മളെ വീട്ടിലേക്ക് കയറി വരിക. ഓട്ടോമാറ്റിക്കലി അയാൾ വരണം നമ്മൾ ആഗ്രഹിക്കും. അയാൾ തന്ന സ്റ്റിമുലസ് എന്താ? ഒരു മിഠായിയാണ്. നമ്മൾ കൊടുത്ത റെസ്പോൺസോ നമ്മുടെ ഉള്ളിൽ ഹാപ്പിനെസ് ഉണ്ടായി. നമ്മൾ പഠിക്കാൻ ഇങ്ങനെ ഭയങ്കര പ്രയാസപ്പെടും. അപ്പൊ നമ്മുടെ ടീച്ചർ എന്ത് ചെയ്തു? പഴയ ടീച്ചർ മാറി പുതിയ ടീച്ചർ വന്നാൽ അപ്പൊ പറയും, മോനെ പ്രശ്നമാക്കണ്ട, മോനെ ഇരിക്കൂ, മോൻ വിഷമമുണ്ടോ, പഠിക്കാൻ പ്രയാസമുണ്ടോ, ഒരു കുഴപ്പമില്ല കേട്ടോ, ടീച്ചർ ഹെൽപ്പ് ചെയ്യട്ടോ എന്ന് പറയും എപ്പോഴും. ഇത് ഒരു സ്റ്റിമുലസ് ആണ്. റൈറ്റ്? ആ കുട്ടിക്ക് ഉണ്ടാകുന്ന റെസ്പോൺസ് എന്തായിരിക്കും? ഹാപ്പി ആയിരിക്കും. റൈറ്റ്? യെസ്. ഇനി രണ്ടാമത്തെ രീതിയിലേക്ക് നോക്കും. അപ്പൊ സ്റ്റിമുലസ് ആയി, റെസ്പോൺസ് ആയി. ഇത് സ്ഥിരമായിട്ട് ചെയ്യുമ്പം ആ കുട്ടിക്ക് മനസ്സ് സമാധാനം. അപ്പൊ നിങ്ങൾ ലേണിങ്ങിന്റെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഒരു ക്ലാസ്സിൽ കുട്ടിക്ക് ലേണിങ്ങിൽ പ്രയാസമുണ്ട്, ടീച്ചർ എപ്പോഴും പറയും ഒന്നിനും പറ്റില്ല, കാര്യമില്ല. ബുക്ക് എടുക്കുക എന്ന് പറയുമ്പോഴേക്കും ഇപ്പം മടി കാണിക്കും. പാരന്റ്സ് എന്ന് പറയും ഒരവസ്ഥയാണ്. കുട്ടിയുടെ സ്റ്റിമുലസിന് വീട്ടുകാർ കൊടുക്കുന്ന റെസ്പോൺസിനനുസരിച്ച് കുട്ടിക്ക് ഇങ്ങനെ പ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കും. റൈറ്റ്? ഇത്രയും കറക്റ്റ് ആണോ? മനസ്സിലാകുന്നുണ്ട്? ഞാൻ ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി മാത്രം പറഞ്ഞു പോകാൻ വളരെ എളുപ്പമാണ്. ഞാൻ അതിന്റെ ആപ്ലിക്കേഷൻസ് പറഞ്ഞിട്ടാണ് പോകുന്നത്. ക്ലിയർ? റൈറ്റ്. കാരണം നിങ്ങളുടെ റെമഡീസിന് ആളുകൾക്ക് ആവശ്യം ഇത് ആപ്ലിക്കേഷൻ ആണ്. തിയറി പരീക്ഷ ഇതിനെക്കാണ്ട് സിമ്പിളായ നോട്ട് ഞാൻ അങ്ങോട്ട് തന്നിട്ടുണ്ട്. ആ നോട്ടല്ല ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാവ്ലോവിന്റെ ഈ എക്സ്പെരിമെന്റ് എന്തായിരുന്നു? അയാളൊരു എക്സ്പെരിമെന്റ് ചെയ്തത് ഒരു ന്യൂട്രൽ സ്റ്റിമുലസിനെ ഒരു അൺകണ്ടീഷണൽ സ്റ്റിമുലസുമായിട്ട് കണക്ട് ചെയ്തു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നാര സാറേ ഒന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയൂ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കാം. ഇദ്ദേഹത്തിന്റെ ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണം നമ്മൾ പഠിക്കാം. പരീക്ഷണത്തില് ഇവിടെ ഒരു അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ഉണ്ട്. അൺകണ്ടീഷണൽ സ്റ്റിമുലസ് എന്നാണ് ഉദ്ദേശിച്ചത് പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരു ഫുഡ് കണ്ടാൽ നല്ല ഉപ്പിലിട്ട, ഇപ്പൊ ബീച്ചിൽ ഇങ്ങനെ നിൽക്കുകയാണ്, തൊട്ടപ്പുറത്തെ ഭരണിയിൽ നല്ല ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, പൈനാപ്പിൾ ഒക്കെ ഇങ്ങനെ ഉണ്ട്.
നിങ്ങൾ ആ സാധനം ഇങ്ങനെ ഒരാൾ മൂടി ഇങ്ങനെ തുറന്നപ്പോൾ ഒരു സ്മെല്ല് അടിച്ചു, പൈനാപ്പിളിന്റെ സ്മെല്ല് അടിച്ചു, ഉപ്പിട്ട ആ ഒരു സ്മെല്ല് അടിച്ചു. ഓട്ടോമാറ്റിക്കലി നിങ്ങളെ സ്മെല്ല് ഇങ്ങനെ വന്നപ്പോൾ നിങ്ങളുടെ നാവിൽ രണ്ട് സൈഡിലും ചെറിയ രൂപത്തിൽ സലൈവ ഇങ്ങനെ വരും. Am I right? Yes, sir. ഇത് നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. ഇതിനെ നാച്ചുറൽ സ്റ്റിമുലസ് എന്നോ അൺകണ്ടീഷണൽ സ്റ്റിമുലസ് എന്നോ വിളിക്കാം. അതിനൊരു ഓമന പേരിട്ടെന്ന് വിളിച്ചോളി. അൺകണ്ടീഷണൽ സ്റ്റിമുലസ്, നാച്ചുറൽ സ്റ്റിമുലസ്. എന്താണ്? ഫുഡാണ്. ഓക്കെ, ക്ലിയർ ആയോ? നല്ല ബിരിയാണി സലൈവ വരും. എന്താ കാര്യം? അത് നാച്ചുറലി പ്രകൃതിപരമായിട്ട് അങ്ങനെയാണ്. നല്ല പുളി ഓട്ടോമാറ്റിക്കലി എന്താണ്? പ്രകൃതിപരമായിട്ട് അങ്ങനെയാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതാണ് ഇവിടെ അൺകണ്ടീഷൻ സ്റ്റിമുലസ് എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി അൺകണ്ടീഷൻ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി സലൈവ വരും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് സലൈവ വരും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. ഇത്രയും പഠിച്ചല്ലോ. ഓക്കെ, കഴിഞ്ഞില്ലേ? അപ്പൊ ഇനി ക്ലാസിക്കൽ കണ്ടീഷൻ തിയറിയിലെ അൺകണ്ടീഷൻഡ് നാച്ചുറൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ഫുഡ്. അൺകണ്ടീഷൻ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാലോ? Saliva. സലൈവ റെസ്പോൺസ് ആണ്. കണ്ടീഷണൽ റെസ്പോൺസ് ആണ് സലൈവ. Response saliva. അൺകണ്ടീഷണൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാലും ഫുഡ് തന്നെ. Stimulus food. Response saliva. പൊന്നു മക്കളെ, നിങ്ങൾ സ്റ്റിമുലസ് അല്ല, അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണ് ഫുഡ്. അതെ. ആ, ഇതിന് വേറൊരു പേരിലും അറിയപ്പെടാറുണ്ട്, നാച്ചുറൽ സ്റ്റിമുലസ് എന്ന് പറയപ്പെടാറുണ്ട്. അൺകണ്ടീഷണൽ റെസ്പോൺസ് ആണ് സലൈവ. മനസ്സിലായിണ്ടോ? അതെ. ഒരു കണ്ടീഷനും ചെയ്യേണ്ട ആവശ്യമില്ലാത്ത സാധനത്തിനാണ് അൺകണ്ടീഷണൽ സ്റ്റിമുലസ് എന്ന് പറയാം. നാച്ചുറലി നമുക്ക് വരുന്ന ഒരു റിസ്കും ഇല്ലാതെ വരുന്ന സാധനമാണ് സലൈവ. അത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. പുളി കണ്ടാൽ, ഉപ്പിട്ട് കണ്ടാൽ ഓട്ടോമാറ്റിക്കലി വരും. അത് ജന്മനാ അങ്ങനെയാണ്. അതിനാണ് അൺകണ്ടീഷണൽ റെസ്പോൺസ്. അതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്കും വരും. വാട്ടർ മേബി, എനിക്കറിയില്ല കേട്ടോ. അല്ല, അങ്ങനെയല്ലേ? അത് ഇപ്പൊ ഇഷ്ടമില്ലാത്തവർക്കും പുളി തിന്നുന്ന കണ്ട അങ്ങനെ വരുമല്ലോ. അല്ല, ഞാൻ അങ്ങനെ ആലോചിച്ചില്ല. സംഭവം എനിക്കിഷ്ടമാണ്. ഇഷ്ടമില്ലാത്ത ഒരാള് ചോദിക്കുന്നത് സത്യം പറഞ്ഞ അല്ലേ? എനിക്കിഷ്ടല്ല. ഋഷാന് ഇഷ്ടമല്ല. ആർക്കാ ഇഷ്ടമില്ലാത്ത? സുജിത്തിനാ? അതെ. പക്ഷെ പുളി കണ്ടാ വെള്ളം വരുമോ? പുളി കണ്ടാല് സാധാരണ പുളി കണ്ടാൽ ചിലപ്പോൾ കഴിച്ചൊന്നും വരും. പുളിന്റെ സ്മെല്ല് മണടിച്ചാൽ വരുമോ? ബിരിയാണിയൊക്കെ കണ്ടാ വരുന്നല്ലാണ്ട് പുളിയൊക്കെ കണ്ടാ വരുന്നത് അല്ല, പുളി കണ്ടാ വരുന്ന ചില സമയം ഉണ്ടാവും എന്ന് വിചാരിച്ചാ മതി. അതൊക്കെ നാച്ചുറലി റെസ്പോൺസ് ആയിട്ട് വരുന്ന സമയം ഉണ്ടാവില്ലേ? എനിക്ക് വൈഫിനോട് ചോദിക്കും, ഉണ്ടാവും. നമ്മൾ പച്ചമാങ്ങ കൊണ്ടുവരുന്ന സമയം ഉണ്ടാവില്ലേ? അങ്ങനൊക്കെ ഉണ്ടാവും. ആ സമയത്തും കഴിച്ചിട്ടില്ല പച്ച വാങ്ങി. ഇല്ലല്ലേ? എന്നാ വിട്ടോ, എക്സെപ്ഷണൽ കേസാണ്. പിന്നെ അടുത്ത നോക്കിങ്ങള് ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതുള്ളത് ഇല്ലാത്തതൊക്കെ കണക്കായിരിക്കും. ഓക്കെ, ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് അത് ഉണ്ടോണ്ട്, പ്രത്യേകിച്ച് ഇപ്പൊ ഒരു ബെല്ല് അടിച്ചു വിചാരിക്കും. ഒരു ബെല്ല് അത് അടിച്ചു എന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, അടിച്ചിട്ടില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നുമില്ല. അതാണ് ഈ ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തേ പറയാൻ പോട്ടു. ഈ ന്യൂട്രൽ സ്റ്റിമുലസിനെയും, ഈ ടെർമിനോളജി കേട്ട് ഭ്രാന്താവാം, ഈ ന്യൂട്രൽ സ്റ്റിമുലസിനെയും അൺകണ്ടീഷണൽ സ്റ്റിമുലസിനെയും തമ്മിൽ കൂട്ടിക്കെട്ടിയാൽ
നമുക്ക് കണ്ടീഷൻ സ്റ്റിമുലസ് കിട്ടും. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഫുഡ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷൻ സ്റ്റിമുലസ് ആണ്. ബെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രൽ സ്റ്റിമുലസ്. ന്യൂട്രൽ ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിക്കെട്ടിക്കെടുത്താൽ നമുക്ക് കണ്ടീഷൻ സ്റ്റിമുലസ് കിട്ടും. എന്ന് പറഞ്ഞാല് ഫുഡും ബെല്ലും റെഗുലറായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ബെല്ല് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് വരാൻ തുടങ്ങും? സലൈവ വരാൻ തുടങ്ങും. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് ഇയാളുടെ എക്സ്പെരിമെന്റ് ഒന്ന് കാണാം. റെഡി? എവിടെ എക്സ്പെരിമെന്റ്? കാണുന്നുണ്ടോ? അതൊരു സെക്കൻഡ് സൗണ്ട്. പട്ടി കൂട്ടിൽ സൗണ്ട് കേൾക്കണ്ടോ? നോ. What caused saliva to flow? He rerouted the salivary ducts to the outside of his dog's cheek. കണ്ടോ? ആ നായയുടെ ഡോഗ് എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്യാണ്? ഡോഗിനെ അദ്ദേഹത്തിന്റെ ലാബിൽ കയറ്റാണ്. അപ്പൊ എന്നിട്ട് ആ സലൈവ ഗ്ലാൻസിൽ ചെറിയ ട്യൂബ് കൊടുക്കുകയാണ്. ട്യൂബ് സലൈവ ഗ്ലാൻസിന് കൊടുത്തിട്ട് അദ്ദേഹം ഫുഡ് കൊടുക്കുമ്പോൾ, ഫുഡ് പറഞ്ഞാൽ എന്താണ്? അൺകണ്ടീഷൻ സ്റ്റിമുലസ് അല്ലെ? പ്രത്യേകിച്ച് കണ്ടീഷൻ ചെയ്യാൻ ആവശ്യമില്ലാത്ത സാധനം. അപ്പൊ അത് കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി സലൈവ ജനറേറ്റ് ചെയ്തു. ഓട്ടോമാറ്റിക്കലി സലൈവ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റെസ്പോൺസ് വന്നു. So that he could collect and measure the spittle. ആ സലൈവന്റെ അളവ് മൂപ്പരോട് എടുത്തു വെച്ചു. ഇതാണ് ഈ പാവ്ലോവ് പട്ടി പാവ്ലോവ് പറഞ്ഞ ആളട്ടോ, ഇവാൻ പി പാവ്ലോവ്. Perhaps he thought the production of saliva might be the result of a fixed nervous reflex, like a knee jerk. ഇതാണ് ഇവരുടെ എക്സ്പെരിമെന്റൽ, ഇയാൾക്ക് നോബൽ പ്രൈസ് ഒക്കെ ഉണ്ടായി കൊടുത്ത എക്സ്പെരിമെന്റൽ ലാബ് കേട്ടോ. 5 минут 42 секунды. After taking many measurements of spittle, he confirmed that the dogs drooled automatically when their tongues touched food. He called the response the salivation reflex. 4,5. Хорошая собачка. Я предлагаю поменять собаку. But his work started to run into trouble. As his dogs became familiar with the experimental routine, they started to fill their cheek tubes before Pavlov had a chance to stimulate their tongues. The dogs were learning to anticipate food. Pavlov tried a new technique. He erected screens so that the dogs couldn't see what was going on. Before passing meat through the hatch, he introduced a stimulus that was totally unrelated to feeding. A ticking metronome. ബെല്ലടിക്കണുണ്ടോ? ശബ്ദം കേൾക്കില്ലേ? അതാണ് പാവ്ലോവിന്റെ ബെല്ല് കേട്ടോ. ആ ബെല്ല് ഇങ്ങനെ റെഗുലർ ആയിട്ട് അടിക്കുകയും ചെയ്യും, ഫുഡ് കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഈ ബെല്ലും ഫുഡും എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്ന് ബെല്ല് ഫുഡുമായി യാതൊരു ബന്ധവുമില്ല, അത് ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. മറ്റേത് അൺകണ്ടീഷൻ സ്റ്റിമുലസ് ആണ് ഫുഡ്. അത് രണ്ടും കൂടി ഒരുമിച്ച് കൊടുക്കുകയാണെ കുറേ പ്രാവശ്യം. At first, the dog dripped saliva into its cheek tube only when the food appeared. But after a number of trials, the dog began to connect the ticking with the arrival of meat. കണ്ടാ, ഇപ്പൊ ബെല്ലടിക്കുന്നേ ഉള്ളൂ, ഫുഡ് കൊടുത്തില്ല. പക്ഷെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഉമിനീര് വരാൻ തുടങ്ങി. ഉമിനീര് പറഞ്ഞ പേരാണ് സലൈവ. മുമ്പ് +2 പഠിച്ച സമയത്ത് ഒരാൾ ഇതേമാതിരി സാറ് ക്ലാസ് സലൈവ സലൈവ എന്താന്ന് മനസ്സിലായില്ല. പിന്നെയാണ് സാറ് എന്താ സലൈവ ചോദിച്ചപ്പോ ഉമിനീരാ. അങ്ങനെ അറിയാത്ത നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഈ ടേംസ് ഒക്കെ പറയുമ്പോ സാർ എന്തെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ സ്വകാര്യമായിട്ട് ചോദിക്കാം, സിർ എന്താന്ന് പേഴ്സണൽ മെസ്സേജ്. Soon the sound alone made the dog drool.
ബെല്ലടിച്ചപ്പോ എന്ത് വന്നു? എന്ത് വന്നു? സലൈവ വന്നു. സാധാരണ സലൈവയ്ക്ക് യാതൊരു ബന്ധമുണ്ടോ? വെള്ളം സോറി ബെല്ലും സലൈവും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവും? ഒരു ബന്ധമില്ല. ഒരു ബന്ധമില്ല. ഇപ്പൊ ഇവിടെ ബെല്ലടിച്ചപ്പോ എന്തായി? സലൈവ വന്നു. എന്നിട്ടോ നോക്കാം. Eventually, the dog salivated as much to the ticking itself as it did originally to the presentation of food. Полная! Идите сюда. Что я говорил? He called this new response the conditioned reflex. Собака. Whatever the stimulus, his dogs could soon be conditioned to produce saliva. ഇനി ഇയാള് ഒരുപാട് എക്സ്പെരിമെന്റ് നടത്തുകയാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കി നോക്കുന്നു. അപ്പൊ സലൈവ വരുന്നുണ്ടോ നോക്കുന്നു. പിന്നെ ഇയാള് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിസ്ക്രിമിനേറ്റീവ് പവർ, ഇപ്പൊ കുറെ ബെല്ലടിക്കുമ്പോൾ വേറെ ഈ ബെല്ലടിക്കുമ്പോൾ മാത്രം സലൈവ വരുന്നുണ്ടോ, പിന്നെ കുറെ ബെല്ല് മാത്രം അടിച്ച് ഫുഡ് കൊടുക്കാതായി. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇതിനെന്ത് മനസ്സിലായി? ഫുഡ് കിട്ടില്ല മനസ്സിലായി. അപ്പൊ അയാൾ എന്തായി? പിന്നെ സലൈവ വരാതായി. പിന്നെ വീണ്ടും മുപ്പര് കുറെ ബെല്ലടിച്ച് ഫുഡ് കൊടുക്കൽ തുടങ്ങി. അപ്പൊ ഓട്ടോമാറ്റിക്കലി പിന്നെന്ത് മനസ്സിലായി? ഇത് വീണ്ടും വരും. എന്നാൽ ഇയാൾ ഇങ്ങനെ പറയണം. ഒന്ന് സ്റ്റിമുലസ്, ഈ പ്രൊസീജിയർ ഇപ്പൊ നിങ്ങൾ പഠിച്ചോ? എന്തൊക്കെയാന്ന് പ്രൊസീജിയർ മീൻസ് ഈ സാധനം മനസ്സിലായോ? മനസ്സിലായി. ഷമീമ മനസ്സിലായോ? എന്നാ ഒന്ന് പറഞ്ഞ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കും. അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണോ അതോ ന്യൂട്രൽ സ്റ്റിമുലസ്? ഇതുവരെ പറഞ്ഞതിന്റെ ഒരു ചുരുക്ക രൂപം, ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. ഇപ്പോൾ ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ് കൊണ്ടുവന്നത് ഇവാൻ പി പാവ്ലോവ് ആണ്. അതില് അൺകണ്ടീഷണൽ സ്റ്റിമുലസും ഉണ്ട്. അൺകണ്ടീഷണൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാല് നമുക്ക് നാച്ചുറലി ഉണ്ടാകുന്ന ഒരു സ്റ്റിമുലസ്. എക്സാമ്പിൾ ഇപ്പൊ ഫുഡ്, അങ്ങനത്തെ ഫുഡ് കാണുമ്പോൾ വരുന്നതൊക്കെ. അപ്പൊ അൺകണ്ടീഷണൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാല് നമ്മൾ ആ സ്റ്റിമുലസിനോട് കാണിക്കുന്ന റെസ്പോൺസ്. അതായത് ഇപ്പൊ ഫുഡ് കാണുമ്പോൾ നമുക്കൊരു സലൈവ വരുന്നത്, അതൊക്കെ അതിലുള്ളതാണ്. അടുത്താണ് ന്യൂട്രൽ സ്റ്റിമുലസ്. അതായത് ഒന്നുമില്ല. ഒരു എക്സാമ്പിൾ സാർ പറഞ്ഞ ഒരു ബെല്ല്, അതായത് നമുക്ക് ഒരു റെസ്പോൺസ് ആയിട്ട് വരുന്നില്ല. അതാണ് ന്യൂട്രൽ സ്റ്റിമുലസ്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അൺകണ്ടീഷണൽ സ്റ്റിമുലസിനായിട്ടും ന്യൂട്രൽ സ്റ്റിമുലസും ആയിട്ട് പെയർ ചെയ്തിട്ട് വരുന്ന ഇതാണ് കണ്ടീഷണൽ സ്റ്റിമുലസ്. അതിന്റെ റെസ്പോൺസ് ആണ് കണ്ടീഷണൽ റെസ്പോൺസ്. അതിലിപ്പം പാവ്ലോവ് കൊണ്ടുവന്നത് ഒരു ഡോഗിനെ വെച്ചിട്ടൊരു എക്സ്പെരിമെന്റ് ആണ്. എക്സ്പെരിമെന്റ് വെച്ചാല് ഡോഗിന് ആദ്യം ഫുഡ് മാത്രം കൊടുക്കുന്നു. അപ്പം സലൈവ എത്ര ഉണ്ട് എന്ന് അവര് ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ അവര് ഒരു ഡോഗിന് അവിടെ ഒരു മറ പോലെ കൊടുത്തിട്ട് പിന്നെ ബെല്ലടിക്കും, പിന്നെ ഫുഡ് കൊടുക്കും. അങ്ങനെ ബെല്ലും ഫുഡും ആയിട്ട് എപ്പോഴും സെയിം ടൈം അങ്ങനെ കൊടുക്കുക. അങ്ങനെ ബെല്ലും ഫുഡ് കൊടുക്കും. അപ്പൊ സെയിം സലൈവ തന്നെയാണ് വരുന്നത്. പിന്നെ അയാള് ബെല്ല് മാത്രം കൊടുക്കുമ്പോഴും ഈ സലൈവ വരുന്നുണ്ട്, ഈ ഫുഡ് കാണുമ്പോൾ മാത്രമുള്ള. പക്ഷെ കുറെ ടൈം ബെല്ല് മാത്രം കൊടുക്കുമ്പോൾ പിന്നെ ഈ റെസ്പോൺസ് കുറയുന്നുണ്ട്. പിന്നെ സെയിം സംഭവം തന്നെ കൊടുക്കും, ഫുഡും ബെല്ലും കൊടുക്കും. അപ്പൊ പിന്നെ കുറച്ച് അത് നമ്മൾ കുറെ ടൈം പെയർ ചെയ്യുമ്പോൾ പിന്നെ ബെല്ല് മാത്രം കാണിക്കുമ്പോഴും ഈ കണ്ടീഷൻഡ് റെസ്പോൺസ് കാണിക്കുന്നുണ്ട്. അതായത് സലൈവ വരുന്നുണ്ട്. അതാണ് എനിക്ക് മനസ്സിലായത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക അല്ലേ? നമുക്കേ ചില ടോപ്പിക് നിങ്ങൾക്ക് തരാം ക്ലാസ്സിൽ കേട്ടോ. ഇനി ഒരു സെമിനാറൊക്കെ വെക്കണം. ഇങ്ങനെയാണ് നല്ല മനോഹരമായിട്ട് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പൊതുവായിട്ട് ചെറിയ പബ്ലിക് പ്രോഗ്രാംസ് ഒക്കെ വെച്ചിട്ട് ഏതെങ്കിലും ടോപ്പിക്ക് നാട്ടുകാർക്കുള്ള ഒരു ക്ലാസ് ഒക്കെ ഒരു പോസ്റ്റർ അടിച്ച് കൊടുക്കണം. എന്തേ അല്ലേ? ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യണോ? അങ്ങനൊക്കെ വരണോ? നോക്കാം നമുക്ക്. ശരി. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ആകത്തുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇപ്പൊ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇതിൽ അക്വിസിഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഒരു നോളജ് നേടിയെടുക്കുന്നത്. സ്ഥിരമായിട്ട് അത് മിസ്സായി കഴിഞ്ഞാൽ നഷ്ടപ്പെടും. അതിനാണ് നമ്മൾ എന്ത് പറയാ? എക്സ്റ്റിൻഷൻ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടിക്ക് ക്ലാസിക്കൽ കണ്ടീഷൻ പ്രകാരം കുട്ടി ആ എന്നുള്ള അക്ഷരം എഴുതാൻ പഠിച്ചാൽ നിങ്ങൾ അതിന് റിവാർഡ് കൊടുക്കും. ഗുഡ്, വെരി ഗുഡ്, ഗുഡ്, വെരി ഗുഡ്.
അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതനുസരിച്ച് ആ കുട്ടി പുതിയ നോളജ് അക്യൂർ ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഇസ് വി മേ കോൾ അക്വിസിഷൻ. മനസ്സിലായോ? എന്നാൽ ലേണിംഗ് ഇഷ്യൂസ് ഉള്ള കുട്ടിക്ക് നിങ്ങൾ ആദ്യം പ്രോത്സാഹനം കൊടുക്കുകയും പിന്നീട് കുറച്ച് കഴിഞ്ഞ് നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? വീക്കനിങ് ഓഫ് കണ്ടീഷൻ റെസ്പോൺസ്. ആ കുട്ടി അതുവരെ ചെയ്തിരുന്ന സ്വഭാവങ്ങളെ കുട്ടി മാറ്റിയിട്ട് പഠനത്തിൽ നിന്ന് പിന്നെയും ബോറടിച്ച് ബാക്കിലോട്ട് പോവാം. ദെൻ സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്ന സമയത്ത് പിന്നെയും നിങ്ങൾ വിളിച്ചിരുത്തി കൗൺസിലിംഗ് കൊടുത്ത് റെമഡി കൊടുത്ത് ബാക്കിൽ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ കുട്ടി ശരിയായിട്ട് വരും. അതാണ് സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറഞ്ഞാൽ അയാൾ ഫുഡ് വീണ്ടും കൊടുത്തപ്പോ രണ്ടാമത് സ്വഭാവം തിരിച്ചു വന്നല്ലോ. ക്ലിയർ ആകുന്നുണ്ടോ? ഇനി ജനറലൈസേഷൻ എന്ന് പറയുന്ന സ്വഭാവമുണ്ട്. ഒരു സ്ഥലത്തിൽ നിന്ന് കുട്ടിക്ക് കിട്ടുന്ന സ്വഭാവം അത് പിന്നെ കുട്ടിക്ക് എല്ലാ സ്ഥലങ്ങളിലും അതേ ഫീലിംഗ് ഡെവലപ്പ് ചെയ്ത് വരും. ക്ലിയർ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ്, കുഴപ്പമില്ല അടിപൊളി 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 എന്ന് പറഞ്ഞ് ഓരോന്ന് കുട്ടി ലേൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതേ സാധനം വേറെ എവിടെയെങ്കിലും ആവശ്യത്തിന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് എഴുതാൻ കിട്ടും. പിന്നെ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സംഭവങ്ങളും വ്യത്യസ്തമായി കാണാൻ കുട്ടീനെ കണ്ടീഷൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാല് അതിൽ പട്ടിക്ക് കൊടുത്താൽ എങ്ങനെയാ? നമുക്ക് പിന്നെ പട്ടി സലൈവേറ്റ് ചെയ്യുന്നു, ബെല്ലടിക്കും, സലൈവേറ്റ്. ആ ബെല്ലിന്റെ വേറെ പുതിയൊരു ബെല്ല് മൂപ്പര് വേറെ അടിക്കുന്നുണ്ട്. ആ സമയത്ത് സലൈവേറ്റ് ചെയ്യുന്നുണ്ടോ? എന്താടോ? ഇല്ല. അപ്പൊ നമ്മളെ വീട്ടിലെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾ പരീക്ഷ വെക്കുക. ചെറിയ കുഞ്ഞിനെ വളർത്തുക, എന്ന് പറഞ്ഞതിന് പകരം പറഞ്ഞ് ചോറിട്ട് കൊടുക്കുക. അപ്പൊ അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ എത്ര കോഴികൾ അപ്പുറത്തുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ വെറുതെ കുക്കു പറഞ്ഞാൽ ആ നമ്മുടെ കോഴികൾ മാത്രം എന്ത് ചെയ്യും? ഇല്ലേ? കണ്ടീഷൻ നിങ്ങൾ വേണം ടെസ്റ്റ് ചെയ്ത് നോക്കൂ. Am I right? ഇതാണ് കണ്ടീഷൻ തിയറിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മള് ഇത് ഞാൻ പറഞ്ഞത് ക്ലിയർ ആണല്ലോ അല്ലേ? നമുക്ക് പ്രേതത്തിന് പേടിയുണ്ടോ? പേടിയുണ്ടോ? പേടിയുണ്ട് കുറച്ച്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടില്ല. ഇല്ല. പിന്നെ എങ്ങനെ പേടി വന്നേ? നമ്മൾ നാഗവല്ലിനെ കണ്ടല്ലേ? ആദ്യം പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. റിഷാദ് നാഗവല്ലിനെ കണ്ടിരുന്നു. നാഗവല്ലി സുഖമായിട്ട് വരെ കിടന്നുറങ്ങാം. അത് നമുക്കറിയാലോ അല്ലേ? പ്രതികാരം കഴിഞ്ഞ് പോയതല്ലേ? അല്ല, ശോഭനക്ക് ഉഷാറായിട്ട് കിടന്നുറങ്ങി വീട്ടിൽ സുന്ദരമായിട്ട് എൻജോയ് ചെയ്ത് നടക്കാണ്. ആ സിനിമ അഭിനയിക്കുന്ന തലേന്നും എൻജോയ് ആണ്, സിനിമ അഭിനയിച്ചപ്പോ എൻജോയ് ആണ്, കഴിഞ്ഞപ്പോഴും എൻജോയ് ചെയ്യാണ്. പിന്നെ ആർക്കാ ടെൻഷൻ? നാഗവല്ലിന്റെ ആഫ്റ്റർ എഫക്ട് നമുക്കുണ്ടായത് പ്രേക്ഷകർക്ക്. ദുബായി കിടക്കുന്ന പിന്നെ റിഷാദിന്റെ ഉറപ്പ് പോയി നാഗവല്ലി ഉണ്ടോന്ന് ആലോചിച്ചിട്ട്. സി വാട്ട് ഹാപ്പൻ. നാഗവല്ലി എന്ന് പറയുന്ന കഥാപാത്രം നമ്മുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ കാരണം എന്താ? പണ്ട് എങ്ങനോ നമ്മൾ ഇന്ന് സംസാരിച്ചപ്പോ വടായി പറഞ്ഞപ്പോ നമ്മളിങ്ങനെ കേട്ടു, പ്രേതം ഉണ്ടാവും, പ്രേതം ഉണ്ടാവും, ആ കാട്ടിൽ പ്രേതം ഉണ്ട്, ഈ കാട്ടിൽ 12 മണിയാണ് പ്രേതത്തിന്, അതൊരു പ്രേതം റെസ്റ്റ് ഇട്ടുന്ന സമയമാണ്. 12ക്ക് ശേഷം ഒരു ബെല്ലടിക്കാണ്ട് എല്ലാ സിനിമകളിലും ഒരു ക്ലോക്ക് ടിങ്, അപ്പണ്ട് അപ്പുറത്തൊരു പിന്നെ കുറുക്കൻ എന്നുള്ള സൗണ്ട് വരും. അപ്പൊ ഇങ്ങനെ ഇലകൾ ആടും, കാറ്റാടും, അപ്പൊ ആൽമരത്തിന്റെ വിങ്ങുകൾ ആടിക്കൊണ്ടിരിക്കും. ഈ എല്ലാം പ്രേതാണെങ്കിൽ ആൽമരത്തിന് ഒറ്റ ആണിന്റെ ഉള്ളിൽ കയറി കിടക്കുകയും ചെയ്യും. മനസ്സിലായോ? ആരെങ്കിലും ചെന്നിട്ട് ഒരു ഒറ്റ ആണിയാണ് പറിച്ചാൽ മതി, ഈ പ്രേതം എല്ലാം കൂടി അയാളെ വേറെ ഊട്ടിയും കയറാൻ സ്ഥലം ചേർത്തുകൊണ്ടാണ് അങ്ങനെ. സി നമുക്ക് ഇതൊക്കെ മുൻകൂട്ടി നമ്മുടെ ഉള്ളിൽ ഒരു കണ്ടീഷനിങ് നമ്മൾ പോലും അറിയാതെ പറഞ്ഞു കേട്ടിട്ടാണ് നമുക്കൊരു പേടി ജനറേറ്റ് ചെയ്തത്. Am I right? അത് വിട്ടോ? പറഞ്ഞോ. മുംബൈ ഒരാൾ ഗൾഫിൽ നിന്ന് വന്നു. അപ്പൊ അയാൾ കേട്ട കഥയായിരിക്കും. അയാൾ ഇറങ്ങിയിട്ട് പിന്നെ നമ്മുടെ നാട്ടിൽ റോഡൊക്കെ വ്യത്യാസം വരുത്തിയല്ലോ. നമ്മള് റോഡൊക്കെ മാറിയല്ലോ. അപ്പൊ അങ്ങനെ ഇയാൾ കാറ് കയറി എയർപോർട്ട് ടാക്സി കയറി ഇങ്ങനെ പോവാണ്. അപ്പൊ ഇങ്ങനെ യാത്ര ഇയാൾക്ക് കൺഫ്യൂഷൻ. രാത്രിയല്ലേ, റോഡൊക്കെ മാറി ചെയ്ത് ഒരു മണിക്കൂറാണ് യാത്ര, ഫുൾ സൈലൻസ്, മിണ്ടാട്ടില്ല, അതിങ്ങനെ പോവാം.
അതിൽ ബാക്കിൽ നിന്ന് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് ഇയാള് ഒന്ന് ജസ്റ്റ് ഡ്രൈവർ ഒന്ന് ഇങ്ങനെ തോണ്ടി. ഡ്രൈവർ വണ്ടി അങ്ങ് കൊണ്ടുപോയിട്ട് അപ്പുറത്തുള്ള പോസ്റ്റിലാണ്ട് ഇടിച്ച് വണ്ടി അങ്ങ് നിർത്തി. അപ്പൊ ബാക്ക് നാട് ഈ എന്ത് പരിപാടിയാണ് ചെയ്തത്? ഞാൻ നിന്നൊന്ന് വിളിച്ച് തോണ്ടിയിട്ടില്ല, നീ എന്തിനാ ഇത്രയും സീൻ ഉണ്ടാക്കിയത്? അപ്പൊ ആ ഡ്രൈവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയാം? ഞാൻ ഇത്രയും കാലം സാറേ ഇന്നലെ വരെ നമ്മുടെ തൊട്ടടുത്തുള്ള ജില്ലാ ഹോസ്പിറ്റലിന്റെ മോർച്ചറി വാനാണ് ഞാൻ ഓടിക്കല്. ഞാൻ ആദ്യമായിട്ട് ഈ വണ്ടിയിൽ നിന്ന് മാറി കയറിയതാണ്. സി വാട്ട് ഹാപ്പൻ? ഇനിയിപ്പോ അതില് സംഭവിച്ച എന്താന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന എന്റെ ഒരു സങ്കടം എന്ന് ആലോചിക്കുന്നത്. ഒരു കാര്യം ശരീരം കൊണ്ടുപോയതാണ്. പെട്ടെന്ന് ആംബുലൻസിലാണെന്ന് വിചാരിച്ചു. അതെ, അയാൾ അത്രയും കാലം 4 വർഷമായി ഓടിച്ചത് മോർച്ചറിന്റെ വാനിലാണ്. മോർച്ചറി വാൻ ആരും ബാക്കിൽ നിന്ന് തോണ്ടൂല. തോണ്ടുവോ? അത് ശവം മാത്രമാണ് കൊണ്ടുപോകല്. അപ്പൊ തോണ്ടൂല, അത് എടുക്കാൻ കൊണ്ടുപോകാൻ വെക്ക പോലെ എത്രയേ ഉണ്ടാവുള്ളൂ. ആദ്യമായിട്ടാണ് ബാക്കിൽ നിന്ന് തോണ്ടുന്നത്. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? അതെ, ഞാനേ നിർത്തുകയാണ് ക്ലാസ്. ഒരു കോമഡി പറഞ്ഞിട്ട് അത് ഫലിപ്പിക്കണമെങ്കിൽ എന്തോ ഒരു കഷ്ടപ്പാടാണ് ഇവിടെ. അവസ്ഥ ആർക്കും വരുത്തരുതേ. കൽപ്പന പറ, ഇത്രയും ഗ്ലാമർ ആർക്ക് കൊടുക്കല്ലേ എന്ന വലിയ അവസ്ഥ ആർക്കും വരുത്തല്ലേ. ഒരു കഥ പറഞ്ഞിട്ട് പിന്നെ ആലോചിക്ക എന്താണ് ഇപ്പൊ അവിടെ മോർച്ചറിൽ സംഭവിച്ചത്. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ അയാളുടെ പാസ്റ്റ് 4 years he was conditioned as a driver. ചില കഥകൾ കണ്ടാൽ തന്നെ ചിരി വരുള്ളൂ സാർ, പറഞ്ഞാ വരൂല. അതിപ്പോ എനിക്ക് കാണിച്ചു തരാൻ ഒരു നിവൃത്തിയില്ലല്ലോ. ഞങ്ങൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ ഇവിടെ ട്യൂബ്ലൈറ്റ് എന്ന് പണ്ട് പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ പറയില്ല, നിങ്ങൾക്ക് അറിയില്ല. ക്ലാസ്സിലൊക്കെ ഉണ്ടാവില്ല, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ചിരിക്കും. അപ്പൊ അടുത്ത ആളിങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കത്തി വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ ടോപ്പിക്കിലേക്ക് എത്തുമ്പോൾ ഇയാൾ ചിരി തുടങ്ങും. ഓക്കെ, എനിവേ ഇത് റിയൽ ഇൻസിഡന്റ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ കേട്ട ഒരു സംഭവം, അല്ലെങ്കിൽ 4 വർഷമായിട്ട് മൂപ്പര് അനുഭവിച്ചത്. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എത്ര പ്രായമാണ് നമുക്കിപ്പോ? ഒരു 55-60 വയസ്സായിട്ട് വാപ്പാക്ക് ഒരു 70 വയസ്സായാലും വാപ്പ എന്നുള്ള ആളെ പേടി, ചെറുപ്പത്തിൽ ഉണ്ടായ പേടി നമുക്ക് എന്നും ഉണ്ടാവും. ഒരുപക്ഷെ നമ്മളത്ര ആരോഗ്യമായിട്ട് ഉണ്ടാവില്ല, കപ്പാസിറ്റി ഉണ്ടാവില്ല. അത്ര കണ്ടീഷൻ ആണെങ്കിൽ നമ്മുടെ ഉള്ളിൽ പേടി ഉണ്ടാവും. വൈ? കണ്ടീഷൻ ചെയ്യുന്നുണ്ട്. ചെറുപ്പം മുതലേ ശീലമായതൊരു മനസ്സിൽ കിടക്കണ. യെസ്, മനസ്സിൽ കിടക്കാണ്. ചെറുപ്പം മുതലേ. ഇപ്പൊ ഞാൻ ചോദിക്കേ, ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചാ വീട്ടിൽ പറഞ്ഞയച്ചു. ആദ്യത്തെ 1-2 കൊല്ലം അമ്മായിമ്മ ഭയങ്കര റഫും ടഫും അതിനാകെ ബേജാറിന്റെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ 2, 4, 5, 10 മക്കൾ അതിനുണ്ടായാലും അതിന്റെ അമ്മായിമ്മയുടെ അടുത്ത് അത് ഇങ്ങനെ പറിച്ചുകൊണ്ടു. ശ്രദ്ധിച്ചണോ? എങ്ങനെ പറയാ, എങ്ങനെ ചോദിക്കുക, എന്താ വിചാരിക്കുക, അത് മാറൂല. വൈ? ചിലപ്പോ അതിനെ ഒന്നും കഴിയാത്ത അവസ്ഥ. 2 ഡയലോഗ് ഇട്ട് കഴിഞ്ഞ് തീരുന്ന കേസേ ഉണ്ടാവുള്ള വിഷയങ്ങള്. പക്ഷെ ഈ കുട്ടി കഴിയില്ല, കാരണം ചെന്നപ്പോഴേ കണ്ടീഷൻ ആയിപ്പോയി. അപ്പോ കണ്ടീഷൻ നമ്മൾ ഏത് രൂപത്തിൽ ഇപ്പോ പിന്നെ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പാണ് മദ്രാസില് ഒരു ആന സർക്കസ് കൂടാരത്തിന്റെ മുമ്പിൽ നിന്ന് കത്തിപ്പോയി. തീ പിടിച്ചപ്പം അതിന്റെ കാലിലിട്ട് ചെങ്ങലൊന്നും വലിക്കാൻ തോന്നിയില്ല. വൈ? എന്തുകൊണ്ടാ? അത് വലിച്ചാ പൊട്ടുമെന്ന് ആനക്കറിയില്ല. വലിച്ചാ പൊട്ടുന്ന അറിയാനുള്ള ബോധത്തിന് അപ്പുറത്തേക്ക് ഇത് വലിച്ചാൽ മുമ്പ് കിട്ടിയിരുന്ന അടിയുടെ പേടി അതിൻ്റെ ഉള്ളിൽ കിടക്കാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇത് എന്തിനാണ് നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി എന്തിനാണ് നമ്മളുടെ സിലബസ് പഠിക്കാനുള്ളത്? ആരവിടെ കണ്ടീഷൻ തിയറി നടപ്പിലാക്കണേ? ഫുള്ള് കണ്ടീഷനിങ് ആണ്, ഒരു രക്ഷയില്ല. നോക്കി മക്കളെ, സ്ക്രീനിലേക്ക് നോക്കി. നിങ്ങൾക്ക് പഠിക്കാനുള്ള മറന്നാ കുറഞ്ഞൊരു ഏരിയ ആണ് കേട്ടോ, പഠിക്കാനുള്ള കുറച്ച് ഏരിയ ആണ്.
ഒന്ന് ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് വെർ ബൈ റെസ്പോൺസ് ടു എ നാച്ചുറൽ സ്റ്റിമുലസ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ടു എ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സ്റ്റിമുലസ്. ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് സ്റ്റിമുലസുമായിട്ട് നാച്ചുറൽ എന്ന് പറഞ്ഞ സംഭവത്തിൽ നിന്ന് നാച്ചുറൽ അല്ലാത്ത ഒരു സംഭവം വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് നമുക്ക് എന്താ പറയാ ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഇംപ്ലൈസ് ദ സ്ട്രെങ്തനിങ് ഓഫ് എ റെസ്പോൺസ് ടു സ്റ്റിമുലസ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ റെസ്പോൺസ് കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പൊ ലേണിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഓരോ ലേണിംഗിന്റെ കാര്യങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഐശ്വര്യ മാം എന്താ പറഞ്ഞ ഏതാ ക്ലാസ് എടുത്തത്? ഐശ്വര്യ മാം ST അല്ല എടുത്തത്. മാനേജ്മെന്റ് തുടങ്ങിയോ? അത് മാനേജ്മെന്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞു? കഴിഞ്ഞിട്ടില്ല. അതില് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അസസ്മെന്റ് വരെയൊക്കെ എത്തിയിട്ടുണ്ട്. അതിൽ എന്തൊക്കെ മാനേജ്മെന്റ് പറഞ്ഞു? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഐശ്വര്യ മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് JRF കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈക്കോളജി ഈ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ JRF എടുത്ത ആളാണ്. കേരളത്തില് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റില് പുതിയ തസ്തിക ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒറ്റ തസ്തിക കേരളത്തിലുള്ളൂ, അത് കാലിക്കറ്റാ വന്നത്. ആ തസ്തിക കേരളത്തിൽ PSCയിൽ 1ാം റാങ്ക് വാങ്ങിയാണ്ട് ജോലിക്ക് കയറിയ ആളാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു ടീച്ചറെ ക്ലാസ് എടുക്കുമ്പോൾ മാക്സിമം മുതലാക്കുക റിഗാർഡിങ് ദ മാനേജ്മെന്റ് അസസ്മെന്റ് പാർട്ട്. നിങ്ങൾ ഒരിക്കലും എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് ഉള്ള ഒരു പ്രീവിയസ് ക്ലാസ് ഒന്നുകൂടി എടുത്തരുമെന്ന് ഒരിക്കലും ചോദിക്കരുത്. മാനേജ്മെന്റിന്റെ ഏരിയ മാക്സിമം നോക്കുക. കാരണം പ്രീവിയസ് ക്ലാസ്സിൻ്റെതാണെങ്കിൽ നിങ്ങൾ റെക്കോർഡിങ്സ് കേട്ടിട്ട് എന്ത് ചെയ്യുക, എടുക്കുക. പുതിയ സാധനങ്ങൾ മാക്സിമം ചോദിച്ചു മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? അപ്പൊ മാനേജ്മെന്റിന് മാം എന്താ എടുത്തത് കഴിഞ്ഞ ആഴ്ച മുമ്പത്തെ ആഴ്ച നോട്ടീസ് ചെയ്യുന്നുണ്ട്. CRT NRT നെ കുറിച്ച് നോം റെഫറൻസും ക്രൈറ്റീരിയ റെഫറൻസ് വരെ പഠനം നിർത്തിയത്. അസസ്മെന്റ് പറഞ്ഞു. അസസ്മെന്റ് ഏതെങ്കിലും ടൂള് പരിചയപ്പെടുത്തിയോ? ടൂള് പരിചയപ്പെടുത്തിയിട്ടില്ല, ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ, അതിലേക്ക് എത്തുന്നേ ഉള്ളൂ. മാനേജ്മെന്റ് DSM ICD ഇങ്ങനെ പറഞ്ഞു വരുന്നുള്ളൂ. അസസ്മെന്റ് ടൂൾസ് ഉണ്ട്. പിന്നെ IQ ടെസ്റ്റിനെ കുറിച്ചൊക്കെ കുറച്ച് പറഞ്ഞു തന്നു. IQ ടെസ്റ്റിന്റെ വേരിയേഷൻസ് ഒക്കെ പറഞ്ഞു തന്നു. അതിനെ കുറിച്ചൊക്കെ. ഓക്കെ, ഫൈൻ, ശരി. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എനിക്ക് അത് അപ്ഡേറ്റ് ചെയ്ത് തരണം കേട്ടോ. അതിനനുസരിച്ച് അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിലും ആഡ് ചെയ്യണമെങ്കിലോ നിങ്ങളുടെ സജഷൻസ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിലോ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് ക്ലാസിക്കൽ കണ്ടീഷൻ തിയറിയിൽ സ്ട്രെങ്തനിങ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതുവരെ പറഞ്ഞതിന്റെ കൺസൾട്ടേഷൻ പറയാം, ഇത് വൈൻഡപ്പ് ചെയ്യാം. ഈ പാവ്ലോവിന് പറയുന്നത് സ്റ്റിമുലസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റെസ്പോൺസ്. നിങ്ങൾ കൊടുക്കുന്ന സ്റ്റിമുലസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്ന റെസ്പോൺസിന് കാരണക്കാരൻ. നിങ്ങൾ എന്ത് കൊടുക്കുന്നോ അതാണ് തിരിച്ച് വരിക. അപ്പൊ കുട്ടിക്ക് മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി മോട്ടിവേറ്റ് ചെയ്ത് കുട്ടിയെ ചടപ്പിച്ചു കഴിഞ്ഞാൽ ചടപ്പിച്ചുകൊണ്ടിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇതിനറിയപ്പെടുന്ന പേര് എസ് ടൈപ്പ് കണ്ടീഷനിങ് ആണ്. ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി അറിയപ്പെടുന്ന പേരെന്താണ്? എസ് ടൈപ്പ്. നമ്മൾ അങ്ങോട്ട് സ്റ്റിമുലസ് കൊടുക്കുന്നു, കുട്ടിയിൽ സ്വഭാവ വ്യത്യാസം ഉണ്ടായി വരും. ഓക്കെ, ഇനി ഒപ്പരന്റ് എന്ന വേറെ കണ്ടീഷനിൽ പഠിക്കുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് വേറെ പഠിക്കും. ഈ പാവ്ലോവ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സിലൂടെയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന്റെ ഒരു ഡോഗിൽ എക്സ്പെരിമെന്റ് അത് നിങ്ങൾ കണ്ടത് വേഗം മനസ്സിലാവും അല്ലെ. ഫുഡ് പൗഡർ കൊടുത്തു, നല്ല വിശക്കുന്ന ഡോഗിന്റെ മുമ്പിൽ ഫുഡ് പൗഡർ കൊടുത്തു, അങ്ങനെയാണ്. അപ്പോൾ അതിന് എന്ത് ഡെവലപ്പ് ചെയ്തു? സലൈവ, ഉമിനീര് അതിൽ ഡെവലപ്പ് ചെയ്തു. സ്ക്രീനിൽ കാണുന്നുണ്ട്, ഞാൻ ട്രാൻസ്ലേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുഡ് പൗഡർ വാസ് പുട്ട് ബിഫോർ ഇറ്റ് അക്കംപൈൻഡ് ബൈ ദ റിംഗിങ് എ ബെൽ. ഫുഡ് പൗഡറും ബെല്ലും കൂടി ഒരുമിച്ച് ഒരുപാട് തവണ ആവർത്തിച്ചുകൊണ്ടിരുന്നു, ഒരുപാട് തവണ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്തായി മാറി? ദിസ് ആക്ടിവിറ്റി ഓഫ് ഫുഡ് പൗഡർ അക്കംപൈൻഡ് വിത്ത് എ റിംഗിങ് ഓഫ് ബെൽ വാസ് റിപ്പീറ്റഡ് സെവറൽ ടൈം. അവർ ഒരുപാട് പ്രാവശ്യം ചെയ്തു. അതുകൊണ്ട് എന്തായി? വിത്തൗട്ട് ഓഫറിംഗ് ദ ഫുഡ് പൗഡർ കൊടുക്കാതെ തന്നെ ദ ബെൽ വാസ് റങ്, ബെല്ലടിച്ചു. അപ്പൊ ഡോഗ് സലൈവേറ്റഡ് ആയി. ഡോഗ് സലൈവേറ്റഡ് ആയിരുന്ന ഡോഗിന് ഉമിനീര് വന്നു. ഓക്കെ, ബെല്ലടിച്ചപ്പോൾ തന്നെ സലൈവേറ്റ് ചെയ്തു. ഈ രീതിയിൽ ഡോഗിനെ കണ്ടീഷൻ ചെയ്തതുപോലെ, സലൈവേറ്റ് ചെയ്യാൻ കണ്ടീഷൻ ചെയ്തതുപോലെ ഹ്യൂമനെയും എന്ത് ചെയ്യാം? കണ്ടീഷൻ ചെയ്തെടുക്കാം.
ഓക്കെ എന്ന് പറഞ്ഞാല് സലൈവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ നോർമൽ റെസ്പോൺസ് ആണ്, ഒരു ഭക്ഷണം കിട്ടിയ നോർമൽ റെസ്പോൺസ് ആണ്. അതുകൊണ്ട് സലൈവേഷൻ എന്നാൽ ഉമിനീർ എന്ന് പറയുന്ന നോർമൽ അല്ലെങ്കിൽ നാച്ചുറൽ റെസ്പോൺസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആരുടെ കോൺട്രിബ്യൂഷൻ? പാവ്ലോവിന്റെ കോൺട്രിബ്യൂഷൻ. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം ഇപ്പൊ കുറച്ച് കാര്യം കൊടുത്തിട്ടുണ്ട്. സലൈവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകണ്ടീഷൻ റെസ്പോൺസ് ആണ്, ഓട്ടോമാറ്റിക്കലി വരുന്ന സംഭവമാണ്. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അൺകണ്ടീഷൻ റെസ്പോൺസ് ആണ്. ബെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടീഷൻ റെസ്പോൺസ്, നമ്മൾ കണ്ടീഷൻ ചെയ്തെടുക്കുന്ന റെസ്പോൺസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുക വെച്ച് കഴിഞ്ഞാല് കുട്ടികളിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. മോനെ വെരി ഗുഡ് എടാ, അടിപൊളിയടാ, നല്ല മോനല്ലേ, ചെയ്ത ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാലോ, സ്റ്റാർ ഇട്ട് കൊടുക്കാം അല്ലെ. എലിമിനേറ്റ് അൺഹെൽത്തി ബിഹേവിയർ, തെറ്റായ ഒരു ബിഹേവിയർ കുട്ടിയിലുണ്ട്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടീഷൻ തിയറി ഉപയോഗിക്കാം. മോനെ ഈ ഒരു സ്വഭാവം നീ ഒഴിവാക്കി വന്നു കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനെ സ്വഭാവം, നാളെ ഇന്നത് ചെയ്തില്ലെങ്കിൽ ഇന്ന സംഭവം എന്ന് പറഞ്ഞിട്ട് അയാളെ മോട്ടിവേറ്റ് ചെയ്ത് ഇതാക്കാം. ഡെവലപ്പ് ഗുഡ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാം. കുട്ടിയെ വായിക്കാനുള്ള ഹാബിറ്റ് ഡെവലപ്മെന്റ് കൊടുക്കാം. കുട്ടിയോട് പറയാണ് ഓക്കെ ഇന്ന ചെയ്ത ഇന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ഇന്ന് ഇത്ര വായിക്കൂ, നാളെ ഇത്ര വായിക്കൂ, അങ്ങനെ എന്തെങ്കിലും ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ടു ടീച്ച് ആൽഫബറ്റ്, എ ബി ബനാന, അങ്ങനെ പഠിപ്പിക്കാനൊക്കെ നമ്മൾ എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കൂലേ, അതിന് ഇത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പറഞ്ഞ ക്ലിയർ ആയോ? സാർ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ? രണ്ടെണ്ണം ചോദിച്ചോളൂ. ഇപ്പൊ ഈ സാറ് പറഞ്ഞത് ഈ ഫുഡിന്റെ ഈ ഡോഗിൽ വെച്ച് നടത്തിയ ടെസ്റ്റ്, അത് ബോഡിന്റെ ഒരു നാച്ചുറൽ മെക്കാനിസം ആണ്. ഇപ്പൊ നമ്മൾക്ക് ഫുഡ്, ഞാനിപ്പോ ഒരു മൈൻഡിൽ വാശി പിടിക്കണം, ഈ ഫുഡ് കാണുമ്പോൾ എന്റെ വായിൽ സലൈവ വരൂല എന്നുള്ള വാശി പിടിച്ചിട്ടുണ്ടെങ്കിലും സലൈവ വന്നുകൊണ്ടിരിക്കും. അത് ബോഡിന്റെ ഒരു നാച്ചുറൽ ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ് അത്. അത് നമ്മൾ ഈ ലേണിംഗിൽ അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു കുട്ടി ഇത് മറ്റേത് ബോഡിന്റെ സിസ്റ്റം ആണ്, ഇത് മറ്റേത് പഠിക്കുന്നത് മൈൻഡിന്റെ സിസ്റ്റം ആണ്. മൈൻഡിൽ ഒരു കുട്ടി ഞാൻ പഠിക്കൂല, എനിക്ക് ഇയാൾ എന്ത് പറഞ്ഞാൽ ഞാൻ പഠിക്കൂല എന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിങ്ങനെ ഓരോ മോട്ടിവേഷൻ കൊടുത്താലും അപ്രീഷിയേഷൻ കൊടുത്താലും ആ കുട്ടി അതിലേക്ക് അവർക്കൊരു പിന്നെ റെസ്പോൺസ് വരും അതിന്. നല്ല ചോദ്യം. അപ്പൊ അതിനിപ്പോ ഒരു കുട്ടി, ഒരു എക്സാമ്പിൾ, ഞാനും തീരുമാനിക്കും ഞാനൊന്നും വായിക്കില്ല. ആ തീരുമാനിക്കാൻ ഒരു കാരണം ഉണ്ടാവും. ആ കാരണം കണ്ടെത്തലാണ് നമ്മളെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ നമ്മളെ പാർട്ടിൽ നമ്മൾ ചെയ്തത്. റാപ്പോ ബിൽഡിംഗ്, അസസ്മെന്റ് ആൻഡ് ഡയഗ്നോസിസ്, ഫോർമുലേഷൻ ഓഫ് കൗൺസിലിംഗ്, അത്രയും സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുട്ടീനെ വിളിച്ചിരുത്തിയിട്ട് മോന്റെ പ്രയാസങ്ങൾ ഇന്നതൊക്കെയാണെങ്കിൽ മനസ്സിലായി, ഇതൊന്ന് ഉഷാറായാലും മോനെ, എന്താ നമ്മൾ ചെയ്യാൻ മോനെ, ഓക്കെ ആണോ? അങ്ങനെയാണ് നമുക്കൊന്ന് ശ്രമിക്കാം. അങ്ങനെ ആ കുട്ടീനെ ഓക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓരോ പോസിറ്റീവ് സപ്പോർട്ടും ഓരോ സംഭവം ടാസ്ക് ചെയ്യുമ്പോൾ സ്റ്റാർ ആയിട്ടും നമ്മൾ സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കും. ഇന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സ്റ്റാറിന്, അങ്ങനെ ചെയ്യുന്നതനുസരിച്ച് കുട്ടിക്ക് കുട്ടി പോലും അറിയാതെ നല്ലൊരു സ്വഭാവം കണ്ടിന്യൂസ് ആയി ഉണ്ടായി വരും. അത് 21 ദിവസം 40 ദിവസം വരെ കണ്ടിന്യൂസ് ട്രെയിനിങ്ങിലൂടെ കുട്ടിക്ക് ആ ഡെവലപ്മെന്റ് ചെയ്ത് വരും. അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താണ്? നമ്മൾ സ്റ്റിമുലസ് കൊടുക്കുന്നു, നമ്മൾ പണി കൊടുക്കുന്നു, കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നു, നമ്മൾ ആ അടിപൊളി ഗുഡ് എന്ന റിവാർഡ് കൊടുക്കുന്നു. നമ്മൾ സ്റ്റിമുലസ് കൊടുക്കുന്നു, റെസ്പോൺസ് കൊടുക്കുന്നു, കുട്ടിക്ക് അടിപൊളി എന്ന് പറഞ്ഞു ഗുഡ് എന്ന്, അപ്പൊ മാർക്ക് അങ്ങനെ അങ്ങനെ വളർന്ന് പോകുമ്പോൾ അറിയാതെ കുട്ടിയിൽ ബിഹേവിയർ ഫോം ചെയ്ത് തരും. ക്ലിയർ ആയോ? ഇതേ സംഭവം പറഞ്ഞു. അപ്പൊ ഇക്കാര്യത്തിൽ ആ കുട്ടിയിൽ എന്താണ് കണ്ടീഷൻഡ് ആയി പോയിട്ടുള്ളത് നമ്മൾ അറിഞ്ഞിട്ട് അതിൽ ചേഞ്ചസ് വരുത്തി കൊണ്ടുവന്ന് പുതിയ കണ്ടീഷൻ ചെയ്തെടുക്കുക. എക്സാക്ട്ലി, വെരി ഗുഡ്. വേറൊരു സംഭവം കേട്ടോ, നമുക്കിപ്പം CBT ഒക്കെ പറയുമ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ പേടി കുറച്ച് കൊണ്ടുവരാനുള്ള മാർഗം. ഒരു കുട്ടിക്ക് ഒരു പേടി ഉണ്ടെങ്കിൽ ആ പേടി എങ്ങനെയോ ജനറേറ്റ് ചെയ്താണ്. അപ്പൊ ആ കുട്ടിയെ രണ്ടാമത് റീകണ്ടീഷൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന അങ്ങനെയാണല്ലോ. ഒരു കുട്ടിക്ക് മുയലിനെ പേടിയാന്ന് വിചാരിക്കും, ആൾറെഡി കുട്ടിക്കാരന് പേടിയുണ്ട്. അപ്പൊ നമ്മളെന്താണ്, ആ കുട്ടിയുടെ മൊത്തം പേടിയെ ഒരു 10 സെഗ്മെന്റ് ആയി ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓട്ടോമാറ്റിക്കലി മെല്ലെ ഓരോ സെഗ്മെന്റിലൂടെയും കുട്ടിയെ എങ്ങനെ കൊണ്ടുപോകും. അപ്പോഴൊക്കെ കുട്ടിക്ക് മോട്ടിവേഷൻ കൊടുക്കും, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, അങ്ങനെ മെല്ലെ മെല്ലെ കൊണ്ടേ അതിലേക്ക് എത്തിക്കുകയാണ് ചെയ്യാം. റൈറ്റ്? അപ്പൊ അത് റിവേഴ്സ് കണ്ടീഷനിങ് ആണ്. റിവേഴ്സ് കണ്ടീഷനിങ് അങ്ങനെയൊക്കെ ചെയ്യാം. പേടി കുറക്കാൻ, പേടി കൂട്ടാൻ. നമ്മൾ കുട്ടിയോട് ചൂടാകണോ ഭരണമൊക്കെ ഒരു തരം കണ്ടീഷനിങ് ആണ്. നിങ്ങളുടെ ഭാര്യയോട് ചുമ്മാ ചെറിയ ചെറിയ കാര്യങ്ങൾ ചൂടായി നോക്ക്, കുറച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നിങ്ങളുടെ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാൻ പേടിയായിരിക്കും.
നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കണ്ടീഷനിങ് ആണ്. എന്ത് പറഞ്ഞാലും കുറ്റങ്ങൾ പറഞ്ഞു നോക്കും മക്കളോട്, പിന്നെ മക്കൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മടി കാണിക്കാൻ തുടങ്ങും. നിങ്ങൾ ഫോൺ വിളിക്കുമ്പോഴൊക്കെ വെറുപ്പിച്ചുകൊണ്ടിരുന്നോക്ക്, നിങ്ങൾ ആ ഫോൺ എടുക്കാതെ ആവും. ഓ ഭണ്ഡാരപ്പെടുത്ത വെറുപ്പിക്കലൊക്കെ കണ്ടീഷനിങ് ആണ്. ഇനിയിപ്പോ എല്ലായിടത്തും കണ്ടീഷനിങ് കാണാൻ പറ്റുള്ളൂ. സൊസൈറ്റി കണ്ടീഷനിങ്, ഫാമിലി കണ്ടീഷനിങ്. ഇനി വീട്ടില് സംസാരിക്കും, ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷൻ. നോ എന്നൊക്കെ പറഞ്ഞാലില്ലേ അപ്പൊ കേട്ടോ. നീ സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടാവും, നിങ്ങൾ പറയില്ലേ, രക്ഷിതാക്കളുടെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറി ഉണ്ടായിരുന്നു പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെ. കുട്ടികളുടെ ബിഹേവിയർ ഫോം ചെയ്യുന്നത് കണ്ടീഷനിങ്ങിലൂടെയാണ്. നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഡാറ്റകളും ഓരോ ഇൻഫർമേഷൻ കണ്ടീഷൻ ചെയ്ത് പോകും. എന്തൊക്കെ തള്ളാൻ നീ കേൾക്കാൻ പോകണം. Okay, so these are about today's session of classical conditioning theory. Okay, so ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്.